ചടാ കരയണ്ട എന്റെ അമ്മ. ഇതിന്റെ കാര്യമാണ് എന്നിട്ട് അവിടെ എത്തുമ്പോഴേക്കും എന്നിട്ട് പെണ്ണുങ്ങളൊക്കെ വിചാരിക്ക അമ്മായിമ്മ സീനാണ്, അമ്മായിമ്മ ടെററാണ്, ആളിരിക്കണ ഇരിപ്പും നോക്കണം നോട്ടവും ഒരു ചാട പിടിച്ച. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അല്ല അമ്മ ഇപ്പൊ നമ്മുടെ കഥകളൊക്കെ പറയണ്ടേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അമ്മയുടെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് അല്ല അമ്മ? അതെ അമ്മ ആദ്യം ഭയങ്കര എന്നിട്ട് പറയാ ഒതുങ്ങി ജീവിക്കണ ആളായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോസും നമ്മളെ കുറെ പേര് സപ്പോർട്ടും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോ ആള് ഭയങ്കര മാറ്റായി. അതിനൊക്കെ ആദ്യം തന്നെ ആരോടമ്മ നന്ദി പറയണ്ടേ? നമ്മുടെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും. അതെ. ഇപ്പൊ എന്നിട്ട് പുറത്തൊക്കെ പോയി നാലാളറിഞ്ഞ് അമ്മോട് ഇങ്ങനെ സംസാരിക്കുമ്പോ അമ്മ ആദ്യം ഇങ്ങനെ വലിഞ്ഞു നിക്കണ ടൈപ്പായിരുന്നു. അപ്പൊ ഞാൻ അമ്മോട് പറയും ഇങ്ങനെ വലിഞ്ഞു നിന്ന് അമ്മക്ക് അഹങ്കാരാന്ന് വിചാരിക്കട്ടെന്ന് പറഞ്ഞ് ആള് പിന്നെ ആൾക്കാരൊക്കെ കാണുമ്പോ സംസാരിച്ചും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ല അമ്മ? അതെ അമ്മ അങ്ങനെ ജീവിച്ച് അമ്മ അങ്ങനെ ഒതുങ്ങി ചെയ്തായിരുന്നു. പിന്നെ ഇപ്പൊ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആള് നൈസില് ആക്റ്റീവായി എല്ലായിടത്തേക്കും പോകണം. മുമ്പ് ബീച്ചിക്ക് എവിടേക്കും ഒന്നും പോകണ്ട എന്നുള്ള ടൈപ്പായിരുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയാ ആള് ബീച്ചിക്ക് പോകണം, അവിടേക്ക് പോകണം, കറങ്ങാൻ പോകണം, ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അമ്മക്ക് ചെറിയൊരു പ്രശ്നം എന്നിട്ട് അമ്മ പോകുമ്പോ അതെ യാത്ര ചെയ്യുമ്പോ ലോങ് പോകുമ്പോഴാണ് കൂടുതലായിട്ട് ഛർദി. അത് ഭയങ്കര സീനിയ. പക്ഷെ ഇപ്പൊ ഇത്തിരി സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കേട്ടോ. ആദ്യം നമ്മുടെ ചേട്ടന്റെ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോ നമ്മുടെ അവിടുന്ന് തൃശ്ശൂർക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 10-20 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അവിടെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ആള് ഛർദിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മുടെ മാമന്റെ കാറിലേക്ക് പോവാറ്. അപ്പൊ അത് കാരണം നമുക്ക് വിഷയിലായിരുന്നു. ഇങ്ങനെ നിർത്തി ആ ധൈര്യം അമ്മയ്ക്കും ഉണ്ടായിരുന്നു. നിർത്തി എന്നിട്ട് അവിടെ എത്തുമ്പോഴേക്കും എന്നിട്ട് പെണ്ണുങ്ങളൊക്കെ വിചാരിക്ക അമ്മായിമ്മ സീനാണ്, അമ്മായിമ്മ ടെററാണ്, ആളിരിക്കണ ഇരിപ്പും നോക്കണം നോട്ടവും ഒരു ജാട പിടിച്ച നോട്ടം കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ ആവുമ്പോ അമ്മ കൊറേ അങ്ങനെ പോയിട്ടുണ്ട്. രസാണ്. അമ്മ തോട് പൊടിയായിട്ടാണ്. പിന്നെ അങ്ങനെ നടന്ന് നമ്മുടെ ചേച്ചീനെ കിട്ടിയത് നമുക്ക് അല്ല അമ്മ? അതാണ് ചേച്ചിയും ചേർന്നു. ഇതാണ് ചേച്ചിയും ചേർന്നു. നമ്മുടെ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഇട്ട് എല്ലാവരും കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായി അല്ല അമ്മ? എല്ലാവരും അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നൈസായിരുന്നു. എല്ലാവരും നല്ല കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പ്രസവത്തിന്റെ ഒക്കെ നമ്മ ഇടാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒക്കെ ദൈവം വിചാരിച്ച് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ വെച്ചാൽ നമ്മൊക്കെ ഇടും അല്ലമ്മ? നമ്മക്ക് കട്ട വെയിറ്റിങ്ങിലാണ് ഉണ്ണി വരാനായിട്ട്. എല്ലാവരും കുറെ പേര് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും പറഞ്ഞിട്ട്. അതെ കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ. പിന്നെ എന്നിട്ട് അമ്മക്ക് പറയാളൊക്കെ പറയും നമ്മുടെ ആൾക്കാരോട്. അമ്മയുടെ പേര് കാര്യങ്ങളൊക്കെ പറയും. അമ്മയുടെ പേരൊക്കെ ചോദിച്ചു കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് പേരിട്ടിട്ടില്ല. അമ്മ എന്നുള്ള വിളി മാത്രമല്ലോ. എന്റെ പേര് സുനിത, മോന്റെ പേര് ധീരജ്. അതെ. ഇവൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് എയർപോർട്ട് ഓപ്പറേഷൻ കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ 23 years old ആണ്. ഇനി ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇനി ജോലി കിട്ടാത്ത ഒരു ടെൻഷനൊന്നല്ലേ എനിക്ക്, ഇവർക്കുണ്ട്. നമുക്ക് ഇങ്ങനെ ചില്ലോട്ട് ചെയ്ത് നടക്കാന്ന്. നാട്ടില് കുറച്ച് നാള് ജോലി ചെയ്തിട്ട് പിന്നെ പുറം നാട്ടിലേക്ക് പോവാന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും അവനുള്ളോ. മൂത്തവൻ ദുബായിലാണ്. ചേച്ചീനെ അവിടേക്ക് കൊണ്ടുപോയിക്കാണ്. മോളെ ഇപ്പൊ പ്രസവത്തിന് കൊണ്ടുപോയിക്കാണ്. ഇനി അവള് പ്രസവം കഴിഞ്ഞ് ചിലപ്പോ അവന്റെ അടുത്തേക്ക് പോവും. അപ്പോഴും ഇവൻ പുറത്തേക്ക് പോയാൽ ഞാൻ അച്ഛനും മാത്രമാവും വീട്ടില്. എന്നാലും പിന്നെ അവരുടെ ഭാവി നോക്കണ്ടേ നമ്മള്. അപ്പൊ പിന്നെ അത് എല്ലാം സഹിക്കണ്ടേ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൂത്തനെ ആയാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ചില സമയത്ത്. അപ്പൊ സങ്കടം വരും, കരയും. അത്ര തന്നെ. കഞ്ഞാളം വിളിക്കും. എന്തിന്റെ കാര്യമ്മ കരയണ്ട. അമ്മക്ക് എന്ത് പറഞ്ഞ എല്ലാ കരച്ചല്ലേ നിക്ക. ഇനി ഇവനും പോകുമ്പോ ചടാ കരയണ്ട എന്റെ അമ്മ. ഇതിന്റെ കാര്യണ് ഞാൻ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ആള് കറക്റ്റ് തുടങ്ങി. അതാണ് ഹൈലൈറ്റ് കേട്ടാ. എന്നെ എവിടേക്കും വിളിച്ചിട്ടില്ല. എന്റെ CV ഇടുമ്പോഴേക്കും അവര് പകോ ആ വഴിക്ക് പകോ അങ്ങനെയാണ് പറയുന്നത്. അല്ല ഇപ്പൊ കുറച്ചു നാളായിട്ട് എന്തോ എടുക്കണില്ലാന്ന് പറയുന്നു എയർപോർട്ടിലൊക്കെ. വെപ്പ് അങ്ങനെയാണ്. അറിയില്ല, ദൈവത്തിന് അറിയാം.
ഇനി കിട്ടിയ ഭാഗ്യം. എന്റെ അമ്മ ഇനി എന്തായാലും കരയാൻ കിടക്കണെങ്കിൽ ഞാൻ പോകുമ്പോ കരയണം, എന്നെ വിളിച്ച് കരയണം. അയ്യോ എന്റെ പാവം. പക്ഷെ അതുവരെ നമുക്ക് വീഡിയോസ് ഒക്കെ നല്ലതായിട്ട് ഉഷാറാക്കി വരണം. പക്ഷെ ആകെ ഒരു വിഷമം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുന്ന വെച്ചാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടല് ലേശം കുറയും അല്ലേ അമ്മ? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഇവനെ എല്ലാം എടുക്കുന്നത് എഡിറ്റ് ചെയ്യണതും ഒക്കെ ചെയ്യണത് ഇവനാ. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ അച്ഛൻ ഒരു 30 വർഷമായിട്ട് പ്രവാസിയായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. ഇപ്പൊ അത് ഒരു കൊല്ലമായിട്ടുള്ള നാട്ടില് നെൽപ്പ് തുടങ്ങിയിട്ട്. ഇനി പോണില്ല, ആൾക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ നാട്ടില് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന, കുറച്ച് വാഴ വയ്ക്കലും എല്ലാം ആയിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ആൾക്ക് വീഡിയോയിൽ വരാൻ ഇത്തിരി താല്പര്യം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എന്നിട്ട് കേക്ക് മുറിക്കണ വീഡിയോ ഉണ്ടല്ലോ, അതില് അച്ഛനെ കാണിക്കാത്തതില് എന്തിട്ടൊക്കെയോ പറഞ്ഞേക്കണത് ദൈവത്തിന് അറിയാ. കൊറേ കമന്റ് വന്നിട്ടുണ്ട്. അച്ഛനാണ് വീഡിയോ. അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇതാക്കാന്ന് പറഞ്ഞപ്പോ ആള് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മ മെയിനായിട്ട് എന്നിട്ട് പറയാ അങ്ങനെ എടുത്തത്. അതെടുത്തത് വലിയൊരു അബദ്ധമായിന്ന് പിന്നെ തോന്നിയത്. കാരണം കമന്റ് അച്ഛൻ ജസ്റ്റിസ് ഫോർ അച്ഛൻ 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 അച്ഛനെവിടെ, അച്ഛനെ കാണാനില്ല, അങ്ങനെ ഇങ്ങനെ കൊറേ. അതെ, അതുകൊണ്ടാണ്. അല്ലാണ്ട് അച്ഛനെ മാറ്റി നിർത്തിയതൊന്നല്ല, എല്ലാരും വിചാരം നമ്മ മാറ്റി നിർത്തിയതാന്ന്. അച്ഛന് പിന്നെ താല്പര്യമില്ല വീഡിയോയില് ഇങ്ങനെ വരാൻ. പിന്നെ എന്താ നിങ്ങളോട് എല്ലാരും കൂടി പറയാനുള്ളത്, ഞാൻ പെണ്ണ് ആലോചിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിട്ട്. എനിക്ക് പെണ്ണ് നല്ല പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടാ. നല്ല സാധനം, നല്ല കുട്ടി അയച്ചാൽ നമ്മ അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും. ജോലിയും പണിയൊന്നും ആയിട്ടില്ല, 23 വയസ്സുമായിട്ടുള്ളൂ. ഇനി ഒരു 5-6 കൊല്ലം. അതൊന്നും വിഷയമില്ല. ഒക്കെ എന്തിട്ട് 10, 23, 24 വയസ്സൊക്കെ മതി ധാരാളം അല്ലേ? എന്റെ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ നോക്കണ്ടേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്ത്, ഒന്നും നോക്കണ്ട കമന്റ് ചെയ്യാ. എന്റെ അമ്മയ്ക്ക് വിഷമാവും ഞാൻ പോയ. അച്ഛൻ ഈ പറമ്പിക്കും ഒക്കെ പോകുമ്പോ ഒറ്റയ്ക്കല്ലേ, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് സെറ്റ്. എന്തേ വേണ്ടാണ്ട്? പിന്നെ എന്നിട്ട് നമ്മ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊറേ നാളെ ഇട്ട് തുടങ്ങി. കൊറേന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു 4 കൊല്ലം 3-4 കൊല്ലം ഇട്ട് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ. ഇടയ്ക്ക് ഇവന്റെ പഠിപ്പിന്റെ കാര്യം വരുമ്പോ, എക്സാം കാര്യം വരുമ്പോ നിർത്തി വെക്കും. പിന്നെ വീഡിയോ ഇടില്ല. ഇപ്പൊ പിന്നെ പഠിപ്പിന്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഏതെങ്കിലുമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസ്. അതെ, ഇപ്പൊ നമുക്ക് ഫ്രീ ആണ്. പിന്നെ ആദ്യം അമ്മയുടെ വീഡിയോസ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് പഠിക്കുമ്പോഴാ. എറണാകുളത്തേക്ക് കാലത്ത് തന്നെ എനിക്ക് പോവും. എന്നിട്ട് ഒരു 5 മണിക്ക് എനിക്കും ഞാൻ എറണാകുളത്തേക്ക് പോവും. ട്രെയിൻ കയറിയ പോവാ, 5 മണിക്ക് എനിക്ക് പോവും. അത് കഴിഞ്ഞ് അവിടുന്ന് 3 മണിയുടെ ട്രെയിൻ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ 4-5 മണിയാവും. അപ്പോഴേക്കും വന്ന് എന്തെങ്കിലും വീഡിയോസ് തട്ടിക്കൂട്ടിയിട്ട് ജിമ്മിനും പോയി. ആ നേരം കൊണ്ട് തന്നെ ജിമ്മിനും പോയി വന്ന് അതിൻ്റെ ഇടയിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് ലാസ്റ്റ് സംഭവം ഒരു 2-3 മാസമായിട്ട് അമ്മ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. ആദ്യം വീഡിയോസ് അമ്മ ഉണ്ടായില്ല കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര നാടായിരുന്നു. അപ്പൊ ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കലും അങ്ങനത്തെ പരിപാടികളായിരുന്നു. ആദ്യം മന്തിയുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായി. അന്ന് എനിക്ക് ഇതിനെ പറ്റി വലിയ നോളജും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ഇപ്പോഴും ഇല്ല യൂട്യൂബിനെ ഇതിനെ പറ്റി. പക്ഷെ അന്ന് ഇങ്ങനെ വീഡിയോസ് ഇടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തിന്നാൻ വാങ്ങിക്കാനൊന്നും അങ്ങനെ തിന്നാൻ പോക്കൊന്നും ഉണ്ടായില്ല നമ്മുടെ വീഡിയോസിന് വേണ്ടിയൊന്നും. അപ്പോൾ മന്തി വാങ്ങിക്കായിരുന്നു. മന്തി വാങ്ങിച്ചപ്പോൾ ഒരു പ്രാവശ്യം മന്തി വാങ്ങിച്ചിട്ട് നമ്മൾ ഇട്ടത് ഭയങ്കരമായിട്ട് കത്തി. ഒന്ന് കത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 130-140K നന്നടിച്ചു. അതിന് ശേഷം പിന്നെ എന്നും വാങ്ങിച്ച മന്തിയുടെ വീഡിയോ. പിന്നെ എന്തിട്ടേക്ക് സംഭവം കയറിയില്ല, അത് മാത്രമേ കയറിയുള്ളൂ. അത് വേറെ ഹൈലൈറ്റ്. അങ്ങനെ കയറി. പിന്നെ ഇട്ടിട്ട് വീണ്ടും നമുക്കൊരു വേറെ പരിപാടികളും കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇട്ടു, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വീണ്ടും ഇട്ട് തുടങ്ങിയത്. ഇതില് അമ്മ വന്നപ്പോ എല്ലാവർക്കും അമ്മേനെ മതി, നമ്മളെ വേണ്ട. അപ്പൊ
സംഭവം സെറ്റ് ചെയ്ത് തുടങ്ങി നൈസായി. ഇപ്പോൾ ഒരു രസത്തിലൊക്കെ പോകുന്നുണ്ട്. ഇനി ജോലി കിട്ടിയാലാണ് ഒരു പണിയുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം, എങ്ങനെയാലും വീഡിയോസും കാര്യങ്ങളും അതിന് വേണ്ടി ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കണം. അല്ല അമ്മ, അമ്മ ഇപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ആളിപ്പോ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കി വൈബാണ്. അല്ലമ്മ പിന്നെ നോക്കണ്ടേ? അതെ, അച്ഛൻ പറയും രാത്രി ഒക്കെ എടുത്ത് നോക്കുന്നത് എത്രയായി നമ്മുടെ വീഡിയോസിന്റെ വ്യൂ എത്രയായി. കാരണം ആദ്യമൊക്കെ നമുക്ക് 10K കിട്ടിയപ്പോ ഭയങ്കര ഇതായിരുന്നു. അല്ല ആദ്യം 10K ഒക്കെ ഇപ്പൊ ഭയങ്കര ഇതായിരുന്നു. പിന്നെ എത്രയായി 50ആയി 100ആയി എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ. പക്ഷെ ആള് ഹാപ്പിയാണ്, ഇതില് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. നല്ലൊരു മാറ്റം അമ്മയുടെ ലൈഫിൽ ഓടുന്നത് നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മ ഇങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും അധികം എടുക്കാറില്ല, എന്നാലും നമ്മ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു എന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഒരു ടാറ്റ ബൈ സീ യു പറഞ്ഞമ്മ. പിന്നെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, മഴക്കെടുതി മൂലമൊന്നും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാ നമ്മളാലാവുന്ന ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്യും. അതെ, അപ്പൊ ശരി, അപ്പൊ ടാറ്റ ബൈ.